മൂന്നാമതായി വിദ്യാർത്ഥികൾ വിദേശ രാജ്യം തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സ്വാതന്ത്ര്യബോധമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബേസിക് നീഡായിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും ഷെൽട്ടറും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. വികസിത രാജ്യങ്ങളിൽ യാതൊരു വിലക്കുകളുമില്ലാത്ത സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്കും അവിടുത്തെ ജനതയും അനുഭവിക്കുന്നത് കാണുമ്പോഴാണ് വിദ്യാർത്ഥികൾ പലപ്പോഴും നമ്മുടെ നാട് വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു ക്ലസ്റ്റേർഡ് സൊസൈറ്റി ആയതുകൊണ്ട് പലപ്പോഴും നമ്മൾ പരസ്പര ബന്ധിതമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ മാത്രമല്ല അയൽപക്കത്തെ ആളുകളുടെ കാര്യങ്ങളിലെല്ലാം നമ്മൾ തലയിടാറുണ്ട്. ഞാൻ എപ്പോഴും ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് കൺസേൺ ആയിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നതിലുപരി എൻ്റെ അയൽവക്കത്തെ ആളുകൾ എന്ത് ചിന്തിക്കും, സമൂഹത്തിലെ ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നം. എനിക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അച്ഛൻ എന്തു പറയും, അമ്മ എന്തു പറയും, സഹോദരങ്ങൾ എന്തു പറയും, അയൽവക്കത്തെ ചേട്ടനും ചേച്ചിയും എന്തു പറയും, നാട്ടുകാരെന്തു പറയും എന്നതാണ് നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പരീക്ഷയ്ക്ക് തോറ്റാൽ നമ്മൾ തോറ്റു എന്നതിലുപരി മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ എല്ലാ മേഖലകളിലും മറ്റുള്ളവരുടെ നിരീക്ഷണത്താലും അവരുടെ ക്യാമറ കണ്ണുകളാലും ചുറ്റപ്പെട്ടാണ് ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മൾ പലരോടും പറയേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സ്വന്തം അഭിപ്രായത്തിലും സ്വാതന്ത്ര്യത്തിലും താല്പര്യത്തിലും ജീവിക്കാൻ പലപ്പോഴും ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ കഴിയാറില്ല. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, പുതിയ തലമുറയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വേലിക്കെട്ടുകൾ അവർക്ക് തീർത്തും അരോചകമായി തോന്നാറുണ്ട്. അവർക്ക് സ്വതന്ത്രമായി സ്വന്തം താല്പര്യത്തിലും സ്വന്തം രീതിയിലും ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇതൊരു തെറ്റായ പാതയിൽ കൂടി പോകുന്ന രീതി എന്ന നിലയ്ക്കല്ല അവർ കാണുന്നത്. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച്, സ്വന്തം അറിവിനനുസരിച്ച്, സ്വന്തം വിദ്യാഭ്യാസത്തിനനുസരിച്ച്, സ്വന്തം കാഴ്ചപ്പാടിനനുസരിച്ച് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് പല വിധത്തിലുള്ള പരിമിതികളുണ്ട്. അത് മതപരമായിട്ടുള്ള പരിമിതികളുണ്ട്, നമുക്കിന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള പരിമിതികളുണ്ട്, മറ്റുള്ള ആളുകളുടെ സമ്മർദ്ദം മൂലമുള്ള പരിമിതികളുണ്ട്. ഇത്തരത്തിലുള്ള വേലിക്കെട്ടുകളൊന്നും തന്നെ പുതിയ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വികസിതമായ ഒരു രാജ്യത്ത് എത്തിച്ചേരുമ്പോൾ അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കുവാനും സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുവാനും മറ്റുള്ളവരോട് ഉത്തരം പറയാതെ ജീവിക്കുവാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. ജോലി വേണ്ട എന്ന് വെക്കാൻ നമ്മുടെ നാട്ടിലെ ഒരാൾ തീരുമാനിക്കുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ സമ്മർദ്ദം സ്വന്തം സമ്മർദ്ദമല്ല, മറ്റുള്ള ആളുകൾ എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്താൽ എന്തു പറയുമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവരുടെ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ. നീ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല, ഇത്ര വർഷമായല്ലോ, താമസിച്ചല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. വിവാഹം കഴിച്ചാൽ കുട്ടി ഉണ്ടാവാൻ താമസിച്ചാൽ പോലും പല ചോദ്യങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്. കറുത്ത വസ്ത്രം എടുത്താൽ അതിന് പ്രശ്നം, വെളുത്ത വസ്ത്രം എടുത്താൽ അതിന് പ്രശ്നം, കൈയുള്ള വസ്ത്രം എടുത്താൽ അതിന് പ്രശ്നം, കൈയില്ലാത്ത വസ്ത്രം എടുത്താൽ അതിന് പ്രശ്നം. എല്ലാ വിധത്തിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാൽ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാൽ ജീവിക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും നിലവിലുള്ളത്. പുതിയ തലമുറയിലെ വിദ്യാർത്ഥിക്ക് ഇത്തരത്തിലുള്ള പരിമിതികൾ ഇഷ്ടമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വതന്ത്രമായി ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇഷ്ടമുള്ള പോലെ, ഇഷ്ടമുള്ള തരത്തിൽ, സ്വന്തം അഭിപ്രായത്തിലും സ്വന്തം നിരീക്ഷണത്തിലും സ്വന്തം താല്പര്യത്തിലുമെല്ലാം മുന്നോട്ട് പോകുവാനും സ്വന്തം കാലിൽ നിൽക്കുവാനുമുള്ള അവരുടെ ആഗ്രഹമാണ് പലപ്പോഴും അവരെ വികസിത രാജ്യങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്. EduFlair, education driven by passion.